Hello students, third semester Diploma in Mechanical Engineering, Electrical and Electronics Engineering എന്ന വിഷയത്തിൻ്റെ നാലാമത്തെ മൊഡ്യൂളിലെ റെക്ടിഫയേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. A rectifier is a device that converts an oscillating two-directional alternating current into single directional current. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു റെക്ടിഫയറിൻ്റെ ഫങ്ഷൻ. പ്രധാനമായും രണ്ട് തരത്തിലുള്ള റെക്ടിഫയേഴ്സുകളാണ് ഉള്ളത്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയേഴ്സ്, രണ്ട് ഫുൾ വേവ് റെക്ടിഫയേഴ്സ്. ഈ ഫുൾ വേവ് റെക്ടിഫയേഴ്സിനകത്ത് തന്നെ ഉള്ള രണ്ട് ടൈപ്പാണ്. ഒന്ന് സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ, അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്നിങ്ങനെ. നമുക്ക് നോക്കാം ഓരോ റെക്ടിഫയേഴ്സും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസ് നമുക്ക് നോക്കാം. ഹാഫ് വേവ് റെക്ടിഫയർ, അപ്പോൾ ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് എന്താണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ എന്നുള്ളത്. ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിനകത്ത് പ്രധാനമായിട്ടും ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടായിരിക്കുക ഒരു റെക്ടിഫയർ ഡയോഡാണ്. ഈ റെക്ടിഫയർ ഡയോഡിന് ശേഷം സർക്യൂട്ടിനകത്ത് നമ്മളൊരു ലോഡ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ സർക്യൂട്ടിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസ്, മേ ബി അതൊരു ഫോൺ ചാർജർ ആവാം, ഫാൻ ആവാം, ലൈറ്റ് ആവാം, എന്തും ആവാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ലോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡി സി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി സി ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന പോലത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനുമുള്ള ഒരു ഔട്ട്പുട്ടല്ല നമുക്ക് ലഭിക്കുക. നമുക്കറിയാം ഒരു ബാറ്ററി, ഡി സി ബാറ്ററിയിനകത്ത് നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരു സ്ട്രൈറ്റ് ലൈനായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു റെക്ടിഫയർ വഴി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലെ കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കില്ല. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും വരുന്നത് ഇതുപോലെ, അതായത് ഒരു സൈൻ വേവിൻ്റെ, നമുക്ക് നോർമലി നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു സൈൻ വേവ് ആയിരിക്കും. ഇതുപോലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഒരു ഡി സി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡി സി, ഇതാണ് എ സി, ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് ഇവിടെ ഉണ്ടായിരിക്കുക ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഓക്കെ, ഇത് നമ്മളുടെ ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പി എൻഡ്, ഇതാണ് ഇതിൻ്റെ എൻ എൻഡ്. ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പൽ എല്ലാവരും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളിത് സർക്യൂട്ടിനകത്ത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് നടക്കുന്നത് എന്ന് നോക്കുക. ഇനീഷ്യലി നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് കറണ്ട് ഇതിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെങ്കിൽ, ഓക്കെ, പി ടൈപ്പ് പോസിറ്റീവ് എൻഡുമായിട്ടും എൻ ടൈപ്പ് നെഗറ്റീവ് എൻഡുമായിട്ടായിരിക്കും കണക്ഷൻ വരിക. അപ്പോൾ പി ടൈപ്പ് പോസിറ്റീവ് എൻഡുമായി കണക്ഷൻ വരുമ്പോൾ നമുക്കറിയാം ഇതെന്തായിരിക്കും? ഒരു ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കാം. ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു എ സി ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് എന്ത് ചെയ്യും? ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും ലോഡിലേക്ക് കറണ്ട് പോവുകയും ചെയ്യും. ദെൻ അതിൻ്റെ നെഗറ്റീവ് ഹാഫ് വരുന്ന സമയത്ത്, അത് നെഗറ്റീവ് ഹാഫ് എന്ന് പറയുമ്പോൾ നേരെ ഈ ഒരു എൻഡ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ഹാഫ് വരുമ്പോൾ നേരെ സൈൻ ചേഞ്ച് ആവും. ഇവിടെ നെഗറ്റീവ് ആവും, ഈ ഒരു എൻഡിൽ ഇത് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവായിട്ട് മാറും.
അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പോസിറ്റീവ് എൻഡ് നേരെ എവിടേക്കാണ് വരുന്നത്? നേരെ വരുന്നത് എൻ ടൈപ്പിലേക്കും നെഗറ്റീവ് എൻഡ് ആയിരിക്കും പി ടൈപ്പിലേക്ക് വരുന്നത്. സോ നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലേക്ക് മാവും. ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനകത്ത് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുമോ? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനകത്ത് എന്തില്ല? സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഫസ്റ്റ് പോസിറ്റീവ് ഹാഫിൽ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. നെഗറ്റീവ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടില്ല? ഔട്ട്പുട്ട് ഉണ്ടാവില്ല. വീണ്ടും അടുത്ത പോസിറ്റീവ് ഹാഫിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു DC ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. ദെൻ നെഗറ്റീവ് ഹാഫിൽ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല. അഗെയിൻ പോസിറ്റീവ് ഹാഫിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ ആയിരിക്കും ഒരു ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ആ ടേമിൽ നിന്ന് നമുക്കുണ്ട് ഹാഫ് വേവ്. ഒരു AC സർക്യൂട്ടിൻ്റെ ഹാഫ് വേവിന്, അതായത് പോസിറ്റീവ് ഹാഫിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. നെഗറ്റീവ് ഹാഫിൽ കറണ്ട് കണ്ടക്ഷൻ ഇവിടെ നടക്കുന്നില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് 50 ഹെർട്സ് സപ്ലൈ നമുക്ക് വരുന്നത്. അതായത് 1/50 സെക്കൻഡ് കൊണ്ട്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അത്രയും സ്പീഡായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഹാഫിൽ മാത്രമേ ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യുള്ളൂ. നെഗറ്റീവ് ഹാഫിൽ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇതിന് ഒരുപാട് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രോബാക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫുൾ വേവ് റെക്ടിഫയേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫുൾ വേവ് റെക്ടിഫയറിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് റെക്ടിഫയർ ആണ് സെൻട്രൽ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ നിന്ന് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ നോക്കുമ്പോൾ അതിനുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിനകത്ത് ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. കേട്ടോ, ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ഡയോഡ്സുകളുണ്ട്, D1 D2. D1 D2 എന്ന പേരിൽ 2 ഡയോഡ്സുകളാണ് ഒരു സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എന്നതാണ്. അതുപോലെ തന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിനകത്ത് നമ്മൾ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ട്രാൻസ്ഫോമറിൻ്റെ സെൻട്രലിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് അതിന് അക്രോസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ RL എന്ന് പറയുന്ന ലോഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ എന്ന് പറയാൻ കാരണം. ഇനി നമ്മൾ ഈ ഒരു സർക്യൂട്ടിനകത്തേക്ക് ഒരു AC സപ്ലൈ കൊടുക്കുകയാണ്. ഒരു സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിനകത്തേക്ക് AC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിനകത്തേക്ക് AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടെർമിനൽ, ഇപ്പോൾ സപ്പോസ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻ, നേരെ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ട്രാൻസ്ഫോമറിൽ നിന്ന് പ്രൈമറി കോയിലിൽ നിന്ന് സെക്കൻഡറി കോയിലിലേക്ക് കറണ്ട്, അതായത് ഇൻഡക്ഷൻ വഴി സെക്കൻഡറി കോയിലിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ A എന്ന് പറയുന്ന പോയിന്റിൽ പോസിറ്റീവും B എന്ന് പറയുന്ന പോയിന്റിൽ നെഗറ്റീവ് സപ്ലൈ ലഭിക്കും. ഇവിടെ നോക്കുക, പോസിറ്റീവ് ടെർമിനൽ, അതായത് ഈ ടെർമിനലിനകത്ത് ഡയോഡ് D1 എന്ന് പറയുന്നത്, D1 എങ്ങനെയായിരിക്കും? P എൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവുമായിട്ടും നേരെ N എൻഡ് എന്ത് ചെയ്യും? നേരെ ഇവിടെ നെഗറ്റീവുമായിട്ടുമാണ് കണക്ഷൻ വരുന്നത്. സോ ഇവിടെ D1 എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഡയോഡ് D1 കണ്ടക്ട് ചെയ്യുകയും എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യുകയും നമുക്ക് ഒരു ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യും.
നേരെ ഡയോഡ് D1 കറണ്ട് ഫ്ലോ ലോഡിലേക്ക് വരും. നമുക്കങ്ങനെ കറണ്ടിൽ ഒരു ഔട്ട്പുട്ട് ലഭിക്കും. പക്ഷേ ഡയോഡ് D2 അവസ്ഥ എന്താണ്? ഡയോഡ് D2 പി എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് നേരെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ്. സോ അതൊരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനകത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ D2 എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഈ സമയം കണ്ടക്റ്റ് ചെയ്യില്ല, അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് കൊടുക്കുന്ന AC സപ്ലൈയുടെ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ നോക്കാം. ഇപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് കഴിഞ്ഞു. ഇനി അടുത്ത് നെഗറ്റീവ് ഹാഫ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നേരെ ഇവിടെ ഉണ്ടാകുന്ന സൈൻ ചേഞ്ച് ആവും. ഇവിടെ നെഗറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡയോഡ് D1 എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലാണ്, പി ടൈപ്പുമായിട്ട് കണക്ഷൻ വരുന്നത്. സോ ഇറ്റ് ബിക്കം റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇവിടെ നിന്നും കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. പക്ഷേ D2 എന്താണ്? പോസിറ്റീവ് ടെർമിനൽ നേരെ പി ടൈപ്പുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഇതൊരു ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? D2 ഇവിടെ കണ്ടക്ട് ചെയ്യുകയും നമുക്ക് അവിടെയും ഒരു ഔട്ട്പുട്ട് ലഭിക്കും. അതായത് ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിനകത്ത് സംഭവിക്കുന്ന എന്താണ്? AC-യുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്തും അതുപോലെ തന്നെ AC-യുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനകത്തും കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നു. അതാണ് ഒരു സെൻറ്റർ ടാപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിനകത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ സെൻറ്റർ ടാപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിനകത്ത് ഞാൻ പറഞ്ഞു ആൾറെഡി, അതിനകത്ത് ട്രാൻസ്ഫോമർ ഉണ്ട്, ലോഡും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സപ്ലൈ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു ഫോണിൻ്റെ ചാർജർ 5 വോൾട്ട് DC സപ്ലൈയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ 15 വാട്ട് DC സപ്ലൈയിലൊക്കെ. അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൾറെഡി അവൈലബിൾ ആവുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 230 വോൾട്ട് AC സപ്ലൈ ആണ്. ആ 230 വോൾട്ട് AC സപ്ലൈ നമ്മൾ എന്താക്കി മാറ്റണം? ഈ കുറഞ്ഞ DC ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലത്തുള്ള സെൻറ്റർ ടാപ്പ് റെക്ടിഫയേഴ്സ് സർക്യൂട്ടിനകത്ത് ഉപയോഗിച്ചാൽ സ്റ്റെപ്പ് ഡൗൺ ആക്കാനും പറ്റും. അതുപോലെ തന്നെ AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്യാനും പറ്റും. സോ അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡയഗ്രമാണ് നമുക്ക് AC-യിൽ വരുന്ന നോർമലി ഉണ്ടാവുന്ന ഇൻപുട്ടാണ് ഈ കാണുന്നത്. അതുപോലെ നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു DC സപ്ലൈ നമുക്കിവിടെ കിട്ടും. പക്ഷേ ഹാഫ് വേവിൻ്റെ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. ആദ്യം ഒരു ഔട്ട്പുട്ട് വരും, പിന്നെ അടുത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ വരിക. പക്ഷേ ഒരു ഫുൾ വേവിൻ്റെ കേസിനകത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള DC ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ഇതിനകത്ത് 2 ഡയോഡുകൾ ഉണ്ടാവും. AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് ഡയോഡ് D1 കണ്ടക്ട് ചെയ്യുകയും അങ്ങനെ നമുക്ക് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനകത്താകുമ്പോൾ ഡയോഡ് D2 കണ്ടക്ട് ചെയ്യുകയും എഗെയിൻ നമുക്ക് ലോഡിന് അക്രോസ് ആയിട്ടൊരു കറണ്ട് ഫ്ലോ പോസിബിൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇതാണ് സിംപ്ലി ഒരു സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് ഉള്ളത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.